നമസ്കാരം. ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ്. നമ്മൾ വർഷം തോറും നടത്തി വരുന്ന തൃക്കാർത്തികയാണ് ഇന്ന്. അപ്പോൾ കാലത്ത് ഞാൻ പുതുശ്ശേരി അമ്പലത്തിൽ പോയി. പതിവ് പോലെ അവിടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം പ്രമാണിച്ച് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട്. കാലത്ത് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ പാരായണം തുടങ്ങും. താല്പര്യമുള്ളവർ അവിടെ സ്വാമിജി ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലാം. അതിനുശേഷം പ്രഭാഷണവും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അതൊക്കെ കേട്ട് നിന്നു. ആവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അകത്തുപോയി ദേവിയെയും തൊഴുത് അയ്യപ്പനെയും തൊഴുത് തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് രാവിലത്തെ ജോലികളും അതൊക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിലൊക്കെ വിട്ട് ഞാനും കുഞ്ഞും കൂടെ ചിരാതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാനുണ്ടോ. ഇതിൽ കുറേ ചിരാതുണ്ട്. നമ്മൾ ഓരോ വർഷവും ഒരു പുതിയ ചിരാതെങ്കിലും മേടിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് 10 ആവാം, 15 ആവാം, 20 ആവാം. ഈ കാണുന്നത് ഏറ്റവും പഴയ ചിരാതാണ് കേട്ടോ. സൈഡൊക്കെ ഷേപ്പൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് മേടിച്ചതാണ്. ഈ കാണുന്ന ചിരാതുകളൊന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ, യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ടാണ് നമ്മൾ മുറ്റമൊക്കെ അലങ്കരിക്കാൻ പ്ലാൻ ഇട്ടത്. നോക്കുമ്പോൾ ചെറിയ മഴ, മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ കയ്യിൽ ആകെ സ്റ്റോക്കുള്ള കോലപ്പൊടി കേട്ടോ. അപ്പോൾ മുറ്റം മുഴുവനും കോലം വരച്ച് കളർ പൊടിയൊക്കെ കൊണ്ട് അലങ്കരിച്ച് അതിൽ ചിരാത് വെക്കാനാണ് എൻ്റെ പ്ലാന്. പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയത് തന്നെ ഏകദേശം 5:30 എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാന്, ഞാൻ ദീപാവലിക്കൊരു കോലം ചെയ്തിരുന്നു. എൻ്റെ മുന്നുള്ള വീഡിയോസ് നോക്കി അറിയാം കേട്ടോ. കളർ പൊടികളൊക്കെ വെച്ച് കുറച്ച് വ്യത്യാസമായ രീതിയിലായിരുന്നു. ഡെയിലി ഞാൻ ഇടുന്ന കോലം പോലെ അല്ല ചെയ്തത്. പുള്ളിക്കോലം, രംഗോലി ഇതൊന്നും അല്ല. വേണമെങ്കിൽ രംഗോലി എന്ന് പറയാം, എന്നാലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ മുറ്റം മുഴുവനായിട്ടും അതുപോലത്തെ ഒരു 4-5 കോലം ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ ഇന്നലെ. പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും നടന്നില്ല. സ്ഥിരമായി മുറ്റത്തിടുന്ന പോലെയുള്ള സാധാരണ കോലങ്ങളാണ് ചെയ്തത്. അതിൻ്റെ ഇടയിലും മോള് നടക്കുന്നുണ്ട്, മോൻ വരുന്നുണ്ട്. അവരൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഇട്ടത് കേട്ടോ. എല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും സമയം ഏകദേശം 6 മണിയായി. എനിക്കിങ്ങനെ കോലം വരച്ച് അതിൻ്റെ ഇടയിൽ ചിരാത് വയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ എഫേർട്ട് ഇടുന്നത്. അത് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് കേട്ടോ. അല്ലാതെ ബാക്കി നോർമൽ ഡേയ്സിൽ നമുക്കിപ്പോൾ രംഗോലി വരയ്ക്കാമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. ഇതാകുമ്പോൾ വിശേഷ ദിവസമാണ്. എന്താണെങ്കിലും ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ ഇതും ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യണം. അപ്പോൾ ഒരുവിധമൊക്കെ ഫിനിഷ് ചെയ്തു. ഈ തൃക്കാർത്തിക ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേവിയുടെ ജന്മ ദിവസമാണ് വൃശ്ചികത്തിലെ തൃക്കാർത്തിക. അപ്പോൾ നമ്മൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഉപവാസം അനുഷ്ഠിക്കുന്നത്, വ്രതമിരിക്കൽ, അതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളും കാർത്തിക ദീപം തെളിയിക്കലൊക്കെ നമ്മുടെ കുടുംബത്തിലും മറ്റുമായിട്ട് ഐശ്വര്യം നിലനിൽക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടുകേൾവി കേട്ടോ. അപ്പോൾ വെള്ള കോലപ്പൊടി കൊണ്ട് മാക്സിമം എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കളർ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും. മുഴുവനായിട്ടൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല, സമയമില്ല. ചെറിയ രീതിയിലൊന്ന് കളർഫുള്ളാക്കിയതാണ്. നമ്മളിങ്ങനെ കളറ് കൂടെ ഇതിൻ്റെ ഇടയിൽ കൊടുത്ത ശേഷം ചിരാത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലം ഓടി നടന്ന് എന്തൊക്കെയോ കളേഴ്സ് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കളർ എടുക്കും, ആ കളർ എടുത്ത് എല്ലാ കോലത്തിലും എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യും. അടുത്തൊരു കളർ എടുക്കും, അതും ഇതുപോലെ എവിടേക്കാണ് കൊടുക്കാൻ പറ്റുക അതുപോലെ എല്ലാ കോലത്തിലും ചെന്നിടുന്നുണ്ട്. അങ്ങനെ ഓടി നടന്ന് കളറൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും 6:15 അടുത്തു കേട്ടോ സമയം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 6 കോലം വരച്ചിട്ടുണ്ട്. 6 എണ്ണത്തിൻ്റെയും ഫൈനൽ ലുക്കാണിത്. കണ്ടില്ലേ?
കുഞ്ഞുങ്ങൾ ചിരാതൊക്കെ അറേഞ്ച് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിച്ചു കേട്ടോ. തിരി വയ്ക്കാനും എണ്ണ ഒഴിക്കാനൊക്കെ സഹായിച്ചു. ഞാൻ ആദ്യം നമ്മുടെ ഈ തൂണിൽ LED ലൈറ്റ് ഒന്ന് ചുറ്റിക്കൊടുത്തു. ശേഷം ഈ കാണുന്ന പോലെ എല്ലാ കോലത്തിലും ചിരാത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി മതിലിൻ്റെ മേത്തും പുറത്തൊക്കെ വെക്കാറുണ്ട്. ഇതിപ്പോൾ നല്ല കാറ്റും ചെറിയ ചാറ്റൽ മഴയുണ്ട്. 1-2 വെച്ച് തന്നെ പെട്ടെന്ന് അണഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞാൻ ആ പരിശ്രമം അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. ഒരെണ്ണം ജസ്റ്റ് വെച്ചിട്ടുണ്ട് മതിലിൽ. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, തൃക്കാർത്തിക ഫൈനൽ ലുക്ക്. ഈ തൂണിൻ്റെ പുറകിൽ കാണുന്ന പ്ലേസിലൊക്കെ കോലം ഇടാന്നുള്ളൊരു ആലോചനയിൽ അങ്ങനെ ആയിരുന്നു പ്ലാന്, ഒന്നും നടന്നില്ല. അപ്പോൾ ഇത്രയും ചിരാത് ബാക്കിയുണ്ട്, മുഴുവനായൊന്നും ഇട്ടില്ല കേട്ടോ. എനിക്ക് ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ വയ്യാതെയായി. അപ്പോൾ മോളതൊക്കെ പെറുക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പ്ലേസ് മുഴുവൻ കോലിടണം എന്നായിരുന്നു. അതുകൊണ്ട് വണ്ടികളൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് അതിന് വേണ്ടി തയ്യാറായതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ശരി, അപ്പം പിന്നെ എന്തായാലും അടുത്ത വർഷം കുറച്ചുകൂടെ പ്ലാൻ ചെയ്തിട്ട് ഒന്നുകൂടെ വിപുലമാക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തൃക്കാർത്തിക എന്തൊക്കെയായി, എങ്ങനെയാ അപ്പം നിങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം കഴിയുമ്പോഴേക്കും മോളുടെ കോലപ്പൊടിയിൽ കുഞ്ഞ് കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ. ഹാപ്പി തൃക്കാർത്തിക.